നമസ്കാരം. മാർച്ച് മാസം ആണ്. കുംഭമാസം പതുക്കെ തീർന്നു വരികയാണ്. മാർച്ച് പകുതിയോടുകൂടി മീനമാസം ആരംഭിക്കും. അശ്വതി മുതലായ 27 നാളുകാർക്കും ഇപ്പോഴുള്ള സമയം പൊതുവെ എങ്ങനെയാണെന്നും അതിൻ്റെ പ്രതികൂലമായ സാഹചര്യങ്ങൾ മാറുന്നതിനും നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാധിക്കുന്നതിനും ഒക്കെ എന്താണ് പരിഹാരങ്ങളായി ചെയ്യേണ്ടതെന്നും പൊതുവായിട്ട് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അശ്വതി നക്ഷത്രക്കാരുടെ ഇപ്പോഴുള്ള സമയം നോക്കിയാൽ 3-ാം ഭാവത്തിൽ വ്യാഴം, 5-ൽ കേതു, 11-ൽ രാഹു, 12-ൽ ശനി. ഇങ്ങനെയാണ്. വ്യാഴം നല്ല സ്ഥിതിയിലല്ല. 3-ലെ വ്യാഴം അനുകൂലമായിട്ടല്ല വരുന്നത്. കാര്യങ്ങൾക്ക് തടസ്സം, പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രയാസമുള്ള സാഹചര്യം, ജോലിയിൽ പുരോഗതി ഇല്ലാതെ വരിക, ജോലി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അനുകൂലമല്ലാതിരിക്കുക, ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കത് കിട്ടാതിരിക്കുക, ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത ഇവയൊക്കെ കാണുന്നുണ്ട്. സാമ്പത്തിക നഷ്ടങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. ആരോഗ്യപരമായിട്ടുള്ള പല പ്രയാസങ്ങളും അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. 12-ലെ ശനി എന്ന് പറയുന്നത് 7-ര ശനിയുടെ ആരംഭ കാലഘട്ടമാണ്. കടുത്ത രീതിയിലുള്ള മനപ്രയാസങ്ങൾ, ജീവിതത്തിൽ വളരെ പ്രയാസകരമായ അനുഭവങ്ങൾ, ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിഷമ സന്ദർഭങ്ങൾ, മനസ്സിന് വളരെ സങ്കടങ്ങൾ അനുഭവപ്പെടുന്ന തരത്തിലുള്ള സാഹചര്യം ബന്ധങ്ങളിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ ഒക്കെ ഉണ്ടാവുക. ഇങ്ങനെ 7-ര ശനിയും 3-ലെ വ്യാഴവും എല്ലാം കൂടി പല അസ്വസ്ഥതകളും ഉണ്ടാകാം. എല്ലാവർക്കും ഒരേ അളവിൽ ഇത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചില സാഹചര്യങ്ങളിൽ ഗുണദോഷ സമ്മിശ്ര സാഹചര്യങ്ങളുണ്ടാകാം. കാരണം 11-ലെ രാഹു അവിടെയുണ്ട്. വളരെ നേട്ടങ്ങളും പുരോഗതിയും അപ്രതീക്ഷിതമായ ഗുണ അനുഭവങ്ങളും കാര്യവിജയവും മനസ്സിന് അവിചാരിത സന്തോഷവുമൊക്കെ 11-ലെ രാഹു കൊണ്ട് ഉണ്ടാകാം. നിങ്ങളിൽ പല പ്രായക്കാർക്ക് പല രീതിയിൽ ഇത് അനുഭവപ്പെടാം. അപ്പോൾ നിങ്ങളുടെ ഗ്രഹനില ശരിയായ രീതിയിൽ കണ്ടെത്തി നിങ്ങളുടെ ജനന സമയത്തെ ഗ്രഹനിലയും ദശാകാല സ്ഥിതികളുമെല്ലാം ശരിയായി പരിശോധിപ്പിച്ച് ഉചിതമായ പ്രതിവിധികൾ കണ്ടെത്തി ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. വ്യാഴദോഷ ശാന്തിക്കായി വിഷ്ണു സഹസ്രനാമ ജപം, ശിവന്റെ പഞ്ചാക്ഷരി മന്ത്രജപം, വിഷ്ണു ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ച തോറും ദർശനം നടത്തിയുള്ള വഴിപാടുകൾ, ശിവക്ഷേത്ര ദർശനം ശനിയാഴ്ച തോറും നടത്തുക, ജലധാര ചെയ്യുക, ഇതൊക്കെ വളരെ ഗുണം ചെയ്യും. സത്യനാരായണ കലശം നടത്തുന്നതും വളരെ പ്രയോജനം ചെയ്യും. ഭരണി നക്ഷത്രക്കാർക്ക് 3-ൽ വ്യാഴം, 5-ൽ കേതു, 11-ൽ രാഹു, 12-ൽ ശനി. ഇങ്ങനെയാണ്. 7-ര ശനിയും 3-ലെ വ്യാഴവുമെല്ലാം പ്രയാസങ്ങൾക്ക് കാരണമാകും. സാമ്പത്തിക നഷ്ടങ്ങൾ, കാര്യപരാജയങ്ങൾ, പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ജോലിയിൽ നമുക്കൊരു തൃപ്തിയുമില്ലാത്ത അന്തരീക്ഷം ഉണ്ടാകുക, ജോലി സ്ഥലത്ത് പല വിഷമങ്ങൾ, തൊഴിൽപരമായിട്ട് നഷ്ടങ്ങൾ ഉണ്ടാകുക, സാമ്പത്തിക പ്രതിബന്ധങ്ങൾ ജീവിതത്തെ ബാധിക്കുക, കാര്യപരാജയങ്ങൾ, ഇതിനൊക്കെ സാധ്യതയുണ്ട്. ജോലി മാറാനുള്ള ശ്രമം പല വിഷമങ്ങൾക്കും കാരണമായി തീരും. അശ്രദ്ധയും ആലോചനക്കുറവും കൊണ്ട് നിങ്ങൾക്ക് പല പ്രയാസങ്ങളും അനുഭവപ്പെടാവുന്ന സാഹചര്യമുണ്ട്. ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത പരിണാമങ്ങൾ ഉണ്ടാകാവുന്ന ഒരു കാലയളവും കൂടിയാണ് ഇത്. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന മാറ്റങ്ങളെ ശ്രദ്ധിച്ച് പഠിച്ച് പ്രവർത്തിക്കണം. ബന്ധങ്ങളെ ഭംഗിയായി നിലനിർത്തിക്കൊണ്ടു പോകാൻ ശ്രദ്ധിക്കണം. കുടുംബത്തിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാം. അതെല്ലാം പക്വതയോടെയും ക്ഷമയോടുകൂടിയും കൈകാര്യം ചെയ്ത് മുമ്പോട്ട് പോകണം. നിങ്ങളുടെ ആരൂഢം പരിശോധിപ്പിക്കുകയും വീടിന് സ്ഥാനദോഷങ്ങളും അതുപോലെ വീടിന് ഗുണകരമല്ലാത്ത സാഹചര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ മഹാസുദർശന കലശം ചെയ്ത് അവിടെ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ പ്രയോജനം ചെയ്യും.
യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊക്കെ അനുഭവപ്പെടാവുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികൾ പഠനകാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. കച്ചവടങ്ങളും മറ്റും ചെയ്യുന്നവർ നഷ്ടങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാൻ വളരെ കരുതൽ എടുക്കേണ്ട സമയമാണ്. വിവാഹാദി കാര്യങ്ങളിൽ പരിശ്രമിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം ഉണ്ടാകാം. പരിശ്രമം തുടരുക. നിങ്ങളുടെ ജനന സമയത്തെ ഗ്രഹനില ശരിയായി പഠനവിധേയമാക്കി പരിശോധിപ്പിച്ച് അതിനനുസരിച്ച് ഇപ്പോഴത്തെ ദശാകാല സ്ഥിതിയുമെല്ലാം പരിഗണിച്ച് ഏറ്റവും ഉചിതമായ പരിഹാരങ്ങൾ കണ്ടെത്തി ചെയ്യുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതാണ്. കാർത്തിക നാളുകാർക്ക് പൊതുവെ ഇപ്പം കുറച്ചൊക്കെ അനുകൂലമായ സമയമാണ്. കാർത്തിക മേടക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രവും ആയ കാലഘട്ടമാണ്. ജോലിക്കാര്യത്തിൽ കുറച്ച് പ്രയോജനങ്ങളൊക്കെ ഉണ്ടാകും. ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങൾക്ക് ജോലിയിൽ പുരോഗതി ലഭിക്കുന്നതാണ്. നിങ്ങളുടെ കർമ്മരംഗത്ത് അനുകൂലമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ ഉണ്ടാകാൻ എല്ലാ സാധ്യതകളും ഉണ്ട്. നിങ്ങൾ വേണ്ടത്ര തയ്യാറെടുപ്പ് നടത്തി ശരിയായ സാഹചര്യങ്ങൾ പഠിച്ച് വേണ്ട രീതിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ കർമ്മമേഖലയിൽ വലിയ ഗുണകരമായ മാറ്റങ്ങൾക്ക് കാരണമാകും. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാർത്തിക നാളുകാർക്കും ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരുപാട് പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അവിസ്മരണീയമായ ഉയർച്ചയും പുരോഗതിയും കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള കാലയളവാണ് ഇത്. നൂതനമായ സംരംഭങ്ങൾ തുടങ്ങാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും. അത് വളരെ വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നതാണ്. കാർത്തികക്കാരായ വിദ്യാർത്ഥികൾക്ക് നല്ല വിജയസാധ്യതയും ഉപരിപഠന സാധ്യതയും കാണുന്നുണ്ട്. കച്ചവടങ്ങൾ ചെയ്യുന്നവർക്കും അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങളും കാര്യവിജയവും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. കുടുംബത്തിൽ പൊതുവെ സന്തോഷകരമായ കാര്യങ്ങൾ നിലനിൽക്കുന്നതാണ്. സന്താനങ്ങളുടെ പുരോഗതിയിൽ സന്തോഷവും അഭിമാനവുമൊക്കെ അനുഭവപ്പെടാവുന്ന സാഹചര്യം കാണുന്നുണ്ട്. എല്ലാ രീതിയിലും ഗുണകരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന സമയമാണ്. വളരെ സുപ്രധാനമായ ടേണിംഗ് പോയിന്റ് അഥവാ വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് ഇത് എന്ന് പറയേണ്ടതായിട്ട് വരും. നിങ്ങളുടെ ജനന സമയത്തുള്ള ഗ്രഹനില പഠിച്ച് പരിശോധിപ്പിച്ച് ഇപ്പോഴുള്ള ദശാകാലങ്ങൾക്കൊക്കെ അനുസരിച്ച് ഏറ്റവും ഉത്തമമായ നല്ല പരിഹാരം കണ്ടെത്തി ചെയ്യുന്നത് എല്ലാം കൊണ്ടും പ്രയോജനം ചെയ്യും. രോഹിണി നക്ഷത്രക്കാർക്കും വളരെയധികം ഗുണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ നല്ല പുരോഗതി കൈവരിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ധനപരമായ ഒട്ടേറെ നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള എല്ലാ സാധ്യതയും നിങ്ങൾക്ക് കാണുന്നുണ്ട്. ജാതകം നിങ്ങളെ സംബന്ധിച്ച് വളരെ അനുകൂലമാണ്. ഇപ്പോഴുള്ള സ്ഥിതിയിൽ തൊഴിൽ രംഗത്ത് വളരെ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അത് ഉടനെ ലഭിക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലുള്ള നല്ല ജോലി തന്നെ നിങ്ങൾക്ക് കിട്ടും. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും തങ്ങളുടെ തൊഴിൽ മണ്ഡലത്തിൽ ഒട്ടേറെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് സാമ്പത്തികമായി വളരെയധികം പുരോഗതി ലഭിക്കാൻ സാധ്യതയുള്ള കാലയളവിലൂടെയാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. എല്ലാ കാര്യങ്ങളിലും ഗുണകരമായിട്ടുള്ള നല്ല സാഹചര്യങ്ങൾ അനുഭവപ്പെടാം. കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല പുരോഗതിയും ഉപരിപഠനത്തിൽ ആഗ്രഹിക്കുന്നത് പോലുള്ള മാറ്റങ്ങളും ഉണ്ടാകും. കച്ചവടങ്ങളും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇപ്പോൾ വളരെ അനുകൂല സമയമാണ്. നല്ല സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനം ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. നിങ്ങളുടെ സാഹചര്യങ്ങളെ ശരിയായി പഠിച്ചു മനസ്സിലാക്കി വേണ്ടത്ര കണക്കുകൂട്ടലോടുകൂടി മുമ്പോട്ട് പോകുന്നവരെ സംബന്ധിച്ച് നല്ല സേവിങ്സ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ നല്ല സന്ദർഭമാണ് ഇത്. ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. പുതിയ വസ്തു വാഹനാദികൾ വാങ്ങാൻ ആഗ്രഹിച്ചാൽ അതും നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്.
പിന്നെ 10-ലെ രാഹുവും 5-ലെ 4-ലെ കേതുവുമൊന്നും അത്ര നല്ലതല്ല. അതുകൊണ്ട് ആരോഗ്യപരമായ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണം. നിങ്ങളുടെ ഇപ്പോഴുള്ള ഗ്രഹനില, അതുകൂടാതെ ജനന സമയത്തെ ഗ്രഹസ്ഥിതിയും ദശാകാലസ്ഥിതിയുമെല്ലാം ശരിയായി പരിശോധിപ്പിച്ച് ഏറ്റവും ഉചിതമായ പരിഹാരങ്ങൾ കണ്ടെത്തി ചെയ്യുന്നത് എന്തുകൊണ്ടും വളരെ ഗുണം ചെയ്യും. മകയിരം നാളുകാർ വരുന്നത് ഇടവക്കൂറിലും മിഥുനക്കൂറിലുമായിട്ടാണ്. രണ്ടു കൂട്ടരെ സംബന്ധിച്ചും പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്നതായ ഒരു തൽക്കാല ഗ്രഹസ്ഥിതിയാണ് കാണുന്നത്. മീനത്തിൽ ശനി, മിഥുനത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ കേതു, കുംഭത്തിൽ രാഹു, ഇങ്ങനെയൊക്കെയാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കൃത്യമായിട്ട് ഉടനെ നടന്നുകൊള്ളണമെന്നില്ല. അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകാം. നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാവുന്ന സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങൾ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെ അസ്വസ്ഥതയുണ്ടാക്കുന്ന പലതും അനുഭവപ്പെടാം. നിങ്ങളുടെ ജോലിയിൽ ഉദ്ദേശിക്കുന്നത്ര പുരോഗതി ഉണ്ടായില്ലെന്ന് വരാം. നിങ്ങളുടെ കർമ്മരംഗവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യമായ ഗുണങ്ങളില്ലാത്ത അവസ്ഥ അനുഭവപ്പെടാം. കർമ്മരംഗത്ത് ഒട്ടും തൃപ്തികരമല്ലാത്ത പല സാഹചര്യങ്ങളും ഉണ്ടാകാം. യാത്രാക്ലേശം, അലച്ചിൽ, മനപ്രയാസങ്ങൾ ഇതൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത ഉണ്ട്. കുടുംബത്തിലും നിങ്ങൾക്ക് അത്ര ഗുണകരമല്ലാത്ത ഒരു പശ്ചാത്തലം അനുഭവപ്പെടാം. സംഭാഷണങ്ങളിൽ വേണ്ടത്ര കരുതലും മിതത്വവുമൊക്കെ ശീലിക്കണം. ബന്ധങ്ങൾ ഭംഗിയായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് നന്നായി പരിശ്രമിക്കേണ്ട സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിന് വളരെ അസ്വസ്ഥത അനുഭവപ്പെടുന്ന രീതിയിൽ പല പശ്ചാത്തലങ്ങളും ഉണ്ടാകാം. നിങ്ങളുടെ പല കാര്യങ്ങളിലും ചിന്താക്കുഴപ്പങ്ങൾ അനുഭവപ്പെടുകയും അപ്രതീക്ഷിതമായ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവുകയും ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ ജനന സമയത്തെ ഗ്രഹസ്ഥിതി ശരിയായി പരിശോധിപ്പിക്കുക. അതോടൊപ്പം വിഷ്ണു ക്ഷേത്ര ദർശനം, വഴിപാടുകൾ, ശിവക്ഷേത്ര ദർശനം, വിഷ്ണു സഹസ്രനാമം, ശിവപഞ്ചാക്ഷരി നാമം, ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പല വിഷമങ്ങളെയും തരണം ചെയ്യാനായിട്ട് ഇപ്പോൾ സ്വീകരിക്കാവുന്നതാണ്. വളരെയധികം ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ ഒരു വലിയ ഭഗവതി സേവ അഥവാ ജയദുർഗ പൂജ ചെയ്യുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. സ്വന്തമായി കാവുകളും മറ്റും ഉള്ളവരാണെങ്കിൽ അവിടുത്തെ ദൈവാധീന സ്ഥിതി താമ്പൂല രാശിയിലൂടെ വ്യക്തമായി പരിശോധിപ്പിച്ച് ഉചിതമായ പരിഹാരം ചെയ്യേണ്ടതും ആവശ്യമാണ്. തിരുവാതിര നാളുകാർക്ക് ഗുണങ്ങളും ദോഷങ്ങളും പൊതുവെ ഇടകലർന്നിരിക്കുന്ന ഒരു സമയമാണ്. ചിങ്ങത്തിൽ കേതു, മീനശനി, മിഥുന വ്യാഴം, ഇങ്ങനെയൊക്കെയാണ് തൽക്കാല ഗോചരം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പല സാഹചര്യങ്ങളും ഉണ്ടാകാം. നിങ്ങളുടെ കർമ്മരംഗത്ത് അത്ര നല്ലതല്ലാത്ത മാറ്റങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട്. തൃപ്തികരമല്ലാത്ത ചില അന്തരീക്ഷം നിങ്ങളുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകാം. വിവിധ മേഖലകളിൽ സ്വന്തമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകണം. നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം പല ബുദ്ധിമുട്ടുകളും വരാം. വിദേശ രാജ്യങ്ങളിലും മറ്റും ജോലി ചെയ്യുന്നവരും വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതകളും പ്രയാസങ്ങളുമൊക്കെ അവിടെ വരാനിടയുള്ള സമയമാണ്. കച്ചവടക്കാർ സാമ്പത്തിക ഇടപാടുകൾ അത്യന്തം സൂക്ഷിച്ച് ചെയ്യണം. ധനനഷ്ടങ്ങളും മറ്റ് രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. നിങ്ങളുടെ ബിസിനസ് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമർമാരുമായി നല്ല ബന്ധം വെച്ച് പുലർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ കച്ചവടത്തിൻ്റെ നിലവാരം താഴോട്ട് പോകാവുന്ന സമയമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്യുക. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത കാണിച്ചില്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാം. കുടുംബത്തിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടേക്കാം. പല രീതിയിലുള്ള പ്രയാസങ്ങളും പ്രതികൂലമായ അന്തരീക്ഷങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ വന്നു ചേരാം. വളരെ ക്ഷമയോടെയും ശാന്തതയോടെയും
അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. സംഭാഷണത്തിൽ വളരെ കരുതലും മിതത്വവും ശീലിക്കേണ്ട സന്ദർഭമാണ് ഇപ്പോഴുള്ളത്. യാത്രാക്ലേശം, അലച്ചിൽ ഇതൊക്കെ ഉണ്ടാകാം. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. വിദേശ രാജ്യങ്ങളിൽ സ്വന്തമായി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ അത്യന്തം ശ്രദ്ധ പാലിച്ചില്ലെങ്കിൽ നഷ്ടങ്ങളും പരാജയങ്ങളുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. വിവിധ മേഖലകളിൽ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും തങ്ങളുടെ കർമ്മരംഗത്ത് അത്ര അനുകൂലമല്ലാത്ത പല സാഹചര്യങ്ങളും ഉണ്ടാകാം. ശ്രദ്ധയോടുകൂടി തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. നിങ്ങളുടെ ജനന സമയത്തുള്ള ഗ്രഹനിലയും അതിൻ്റെ ഗുണദോഷാവസ്ഥകളും ഇപ്പോഴുള്ള ദശാകാല സ്ഥിതിയുമെല്ലാം നന്നായി പരിശോധിപ്പിച്ച് ഉചിത പ്രതിവിധി കണ്ടെത്തുക. കുടുംബപരമായ ക്ഷേത്രങ്ങളോ കാവുകളോ ഉള്ളവർ അവിടെ വേണ്ടത്ര ആരാധനകൾ കൃത്യമായി നടത്തുകയും അവിടുത്തെ ദൈവാധീന സ്ഥിതി ശരിയായി ചിന്തിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയുമൊക്കെ ചെയ്യേണ്ടതാണ്. പുണർദം നാളുകാരെ സംബന്ധിച്ച് കുറച്ച് അനുകൂലമായ മാറ്റങ്ങൾ പലതും ഉണ്ടാകാവുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മിഥുനത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ കേതു, കുംഭത്തിൽ രാഹു, മീനശനി തുടങ്ങിയ തൽക്കാല ഗ്രഹനിലയാണ് ഇപ്പോഴുള്ളത്. നിങ്ങൾക്ക് ജോലിയിൽ കുറച്ച് പ്രയോജനമൊക്കെ ഉണ്ടാകും. കർമ്മരംഗത്ത് അനുകൂലമായ പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള നല്ല നേട്ടങ്ങൾ നിങ്ങളുടെ തൊഴിൽ രംഗത്ത് വന്നു ചേരാൻ സാധ്യതയുള്ള സമയത്തിലൂടെയാണ് മുമ്പോട്ട് പോകുന്നത്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ കൈവരിക്കാൻ വളരെ സാധ്യത കൂടുതലുള്ള ഒരു സമയമാണ് ഇപ്പോഴുള്ളത്. നിങ്ങളുടെ പ്രവർത്തന രംഗം ശരിയായി പഠിച്ചു മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും വളരെയധികം പുരോഗതിയും ഉയർച്ചയും കാര്യവിജയവും നേടിയെടുക്കാവുന്ന സന്ദർഭമാണ് വരാൻ പോകുന്നത്. കച്ചവടക്കാർക്ക് വളരെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. നിങ്ങളുടെ ബിസിനസ് കൂടുതൽ വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനപരമായി നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. നന്നായി പരിശ്രമം തുടരുക. നിങ്ങൾക്ക് ദീർഘകാലമായി മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പലതും സാധിക്കാനുള്ള സാധ്യതയുണ്ട്. ജീവിതത്തിൽ നല്ലൊരു സ്ഥാനത്തെത്തിച്ചേരുക. സ്വന്തമായി ഗൃഹനിർമ്മാണം അഥവാ ഭവനം വാങ്ങിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റിയ സമയമാണ്. അതുകൊണ്ട് നന്നായി പരിശ്രമിക്കുക. നിങ്ങളുടെ ബന്ധങ്ങളിലും പൊതുവെ സന്തോഷകരമായ സാഹചര്യങ്ങൾ, കുടുംബത്തിൽ അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാകും. സന്താനങ്ങളുടെ കാര്യത്തിൽ നേട്ടങ്ങൾ പലതും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രാഹുകേതുക്കൾ അത്ര അനുകൂലമല്ലാത്തത് കൊണ്ട് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടായിരിക്കണം. നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. സർപ്പക്കാവുകളും മറ്റും കുടുംബത്തിലുള്ളവർ അവിടെ വേണ്ട രീതിയിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുക. കുടുംബപരമായ ക്ഷേത്രങ്ങളോ കാവുകളോ വെച്ച് പുലർത്തുന്നവർ ശരിയായി ദൈവാധീനം പരിശോധിച്ച് ഉചിതമായ പരിഹാരകർമ്മങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുന്നത് നന്നായിരിക്കും. ജീവിതത്തിൽ സുപ്രധാന വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ്. നിങ്ങളുടെ ജനന സമയത്തെ ഗ്രഹനില പരിശോധിച്ച് ദശാകാലങ്ങളൊക്കെ വിലയിരുത്തി ഏറ്റവും ഉത്തമമായ പരിഹാരം കണ്ടെത്തി ചെയ്യുക. പൂയം നാളിന് ഇപ്പോഴുള്ള സമയം അത്ര കണ്ട് അനുകൂലമായിട്ട് കാണുന്നില്ല. 12-ൽ വ്യാഴമാണ്. കൂടാതെ 2-ൽ കേതു, 8-ൽ രാഹു, 9-ൽ ശനി, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ അനുകൂലമാകണമെന്നില്ല. പല ലക്ഷ്യങ്ങളും നേടിയെടുക്കുന്നതിന് കാലതാമസമുണ്ടാകാം. പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യേണ്ടതായിട്ട് വരാം. നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകാം. ജോലിയിൽ പല ബുദ്ധിമുട്ടുകൾ, കാര്യപരാജയങ്ങൾ, മനക്ലേശങ്ങൾ, പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഇതൊക്കെ ഉണ്ടാകാം. സാമ്പത്തിക നഷ്ടങ്ങൾ നേരിടേണ്ടതായിട്ടും വരാം. ധനം ഉപയോഗിക്കുന്ന കാര്യങ്ങൾ സൂക്ഷ്മതയോടെ ചെയ്യുക. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് അത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതാണ്.
ആ തൊഴിലുകൾ സാമാന്യം ഭംഗിയായിട്ടെങ്കിലും മുമ്പോട്ട് പോകുന്നതിന് അതീവ ജാഗ്രതയോടുകൂടിയ പ്രവർത്തനം ആവശ്യമായിട്ട് കാണുന്നുണ്ട്. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലുള്ള സമയമാണ്. സാഹചര്യം ശ്രദ്ധിച്ചു പഠിച്ച് വേണ്ടതുപോലെ മുമ്പോട്ട് പോകണം. നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, കാര്യപരാജയങ്ങൾ, മനപ്രയാസങ്ങൾ ഇതൊക്കെ കൂടുതലായിട്ട് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പല വിഷമഘട്ടങ്ങളും ഉണ്ടായെന്ന് വരാം. നിങ്ങളുടെ ജീവിതത്തിൽ സുപ്രധാനമായ മാറ്റങ്ങളുടെ കാലഘട്ടമാണ് വരുന്നത്. ആ മാറ്റങ്ങൾ ഒരു രീതിയിലും നമുക്ക് ദോഷകരമാവാതെ ഇരിക്കുന്നതിന് വേണ്ടി വളരെ ശ്രദ്ധിച്ച് പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങളുടെ ഗ്രഹനില സൂക്ഷ്മമായി പഠിച്ച് മനസ്സിലാക്കി ഇപ്പോഴുള്ള ദശാകാലങ്ങളും അപഹാരസ്ഥിതിയുമൊക്കെ അനുസരിച്ച് ഏറ്റവും ഉചിതമായ പ്രതിവിധി കണ്ടെത്തി ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. അതോടൊപ്പം കഠിനമായ ദോഷങ്ങളെ മറികടക്കുന്നതിന് മഹാശൂലിനി കലശം പോലെയുള്ള കർമ്മങ്ങൾ ചെയ്ത് ഗൃഹത്തിൽ സ്ഥാപിക്കുന്നത് വളരെ ഉത്തമമാണ്. ആയില്യം നാളുകാർക്ക് ഇപ്പോഴുള്ള സമയം പറഞ്ഞു കഴിഞ്ഞാൽ 12 വ്യാഴം തന്നെയാണ്, 2 കേതുകൊണ്ട്, 8 രാഹു, 9 ശനിയും. ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. അപ്രതീക്ഷിതമായി പല കാര്യങ്ങളിലും തടസ്സങ്ങളുണ്ടാകാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനിടയുള്ള കാലസ്ഥിതിയാണ്. നിങ്ങളുടെ കർമ്മ മേഖലയിൽ വിചാരിക്കാത്ത രീതിയിലുള്ള പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊക്കെ ഉണ്ടായേക്കാം. ജോലിയിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ പുരോഗതി ഇല്ലാത്ത സ്ഥിതി, ജോലി സ്ഥലത്ത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ തൊഴിലിൻ്റെ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള പ്രയാസങ്ങൾ, പുതിയതായി ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ജോലി ലഭിക്കാതെ അത് നീണ്ടുപോകുന്ന അവസ്ഥ, ഇങ്ങനെ പല വിഷമങ്ങളും വരാം. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും പല പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാവുന്ന സ്ഥിതിയാണ്. നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങളെ ചെയ്ത് മുമ്പോട്ട് പോകുന്നില്ലെങ്കിൽ പല വിഷമങ്ങളും കൂടിക്കൂടി വന്നേക്കാം. കച്ചവടക്കാർ സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിച്ച് നടത്തണം. ധനനഷ്ടങ്ങൾ ഉണ്ടാകാം. വിവിധ മേഖലകളിൽ സ്വന്തമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ വളരെ കരുതലോടുകൂടിയ പരിശ്രമം ആവശ്യമാണ്. ഇല്ലാത്ത പക്ഷം കർമ്മരംഗം ബുദ്ധിമുട്ടിലാകും. വ്യത്യസ്തമായ മേഖലകളിൽ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരവരുടെ കർമ്മരംഗത്ത് ഉണ്ടാകാവുന്ന സമയമാണ്. കരുതലോടെയും ശ്രദ്ധയോടെയും വേണ്ടത് ചെയ്യുക. ബന്ധങ്ങളിൽ ചില വിഷമസ്ഥിതികൾ ഉണ്ടാകാം. അതുകൊണ്ട് സാഹചര്യം ശ്രദ്ധിച്ച് പഠിച്ച് വേണ്ടതുപോലെ പരിശ്രമിക്കുക. സംഭാഷണങ്ങളിൽ കരുതലും മിതത്വവും ശീലിക്കുക. കുടുംബത്തിൽ ഉണ്ടാകാവുന്ന ചെറിയ അസ്വസ്ഥതകളെ പോലും ശരിയായ രീതിയിൽ സാഹചര്യം പഠിച്ചു മനസ്സിലാക്കി കരുതലോടുകൂടി സമീപിക്കേണ്ടതാണ്. നിങ്ങളുടെ ജനന സമയത്തുള്ള ഗ്രഹനില മനസ്സിലാക്കി പരിശോധിപ്പിച്ച് അതിനനുസരിച്ച് ഇപ്പോഴുള്ള ദശാകാലസ്ഥിതി അറിഞ്ഞ് ഏറ്റവും നല്ല പ്രതിവിധി കണ്ടെത്തി ചെയ്യുന്നത് നന്നായിരിക്കും. കഠിനമായ വ്യാഴദോഷങ്ങളെ പ്രതിരോധിക്കുന്നതിന് മഹാനരസിംഹ കലശം പോലെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. മകം നാളുകാർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന സമയത്തിലൂടെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. 11 വ്യാഴം. അതോടൊപ്പം ജന്മരാശിയിൽ കേതു, 7 രാഹു, 8 ശനി. രാഹുകേതുക്കളും ശനിയും ഒന്നും അത്ര നല്ലതല്ലെങ്കിലും 11 വ്യാഴം മകംകാർക്ക് വളരെ ഗുണം ചെയ്യും. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഉടനെ അത് നടക്കും. വിദേശ രാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഒട്ടേറെ ഗുണങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായി പുരോഗതി കൈവരിക്കാൻ കഴിയും. വിവിധ മേഖലകളിൽ പലതരത്തിലുള്ള അനുഭവ ഗുണങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം സാമ്പത്തിക പുരോഗതിയും നേട്ടങ്ങളും വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട്. കുട്ടികൾക്ക് നല്ല പഠന പുരോഗതിയും
ഉപരിപഠന സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ് വരുന്നത്. സാഹചര്യം ശരിയായി പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് വേണ്ടതുപോലെ പരിശ്രമിക്കേണ്ട സന്ദർഭമാണ് കാണുന്നത്. നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങളുടെ ജനന സമയത്തുള്ള ഗ്രഹനില ശരിയായി പരിശോധിപ്പിച്ച് അതോടൊപ്പം ഇപ്പോഴുള്ള ദശാകാലങ്ങൾ, അതിനുള്ളിലെ അപഹാര സാഹചര്യങ്ങളെല്ലാം നന്നായി ചിന്തിച്ച് അറിഞ്ഞ് ഏറ്റവും ഉത്തമമായ പ്രതിവിധികൾ കണ്ടെത്തി അനുഷ്ഠിക്കുന്നത് എന്തുകൊണ്ടും വളരെ നന്നായിരിക്കും. അതോടൊപ്പം രാഹുകേതുക്കളുടെ തീവ്രമായിട്ടുള്ള ദോഷങ്ങൾ മാറുന്നതിന് അഷ്ടനാഗ പൂജ ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും. പൂരം നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഇപ്പോഴുള്ളത്. 11-ൽ വ്യാഴമുണ്ട്, ജന്മരാശിയിൽ കേതുവുണ്ട്, 7-ൽ രാഹു, 8-ൽ ശനി. ഇങ്ങനെയൊക്കെയാണ്. കേതുവും രാഹുവും ശനിയും അത്ര ഗുണകരമായിട്ടല്ലെങ്കിലും പൂരംകാർക്ക് വ്യാഴം 11-ൽ നിൽക്കുന്നത് വളരെ ഗുണം ചെയ്യും. ജോലിയിൽ നല്ല സാഹചര്യങ്ങളുണ്ടാകും. നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ അനുകൂലമായ നല്ല മാറ്റങ്ങൾ വന്നു ചേരും. നിങ്ങൾക്ക് ജോലിയിൽ വളരെ പുരോഗതി കിട്ടുന്നതാണ്. വിവിധ മേഖലകളിൽ സ്വന്തമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ ഉയർച്ചയും പുരോഗതിയും ലഭിക്കാൻ സാധ്യതയുണ്ട്. സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചും പല രീതിയിലുള്ള ഗുണങ്ങളും പ്രയോജനങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ള കാലസ്ഥിതിയിലൂടെയാണ് കടന്നു പോകുന്നത്. കച്ചവടക്കാർക്ക് 11-ലെ വ്യാഴം വളരെ നല്ലതാണ്. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. കാര്യ വിജയം നേടിയെടുക്കാനായിട്ട് സാധിക്കും. അവിചാരിതമായ പല ഗുണാനുഭവങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഉത്തമമായ പഠന പുരോഗതി, നല്ല ഉപരിപഠന സാധ്യത ഇവയെല്ലാം കാണുന്നുണ്ട്. നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കുടുംബത്തിൽ വളരെ സന്തോഷകരമായ സാഹചര്യം നിലനിൽക്കും. സന്താനങ്ങളുടെ ഉയർച്ചയിൽ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യും. സന്തതിപരമായ നേട്ടങ്ങൾ പലതും ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ സുപ്രധാനമായ മാറ്റങ്ങളുടെ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. കുടുംബപരമായ കാവുകളോ ആരാധനാ സ്ഥാനങ്ങളോ പ്രത്യേകമായിട്ട് ഉണ്ടെങ്കിൽ അവയുടെ ദൈവാധീന സ്ഥിതിയും ഗുണദോഷാവസ്ഥകളും ശരിയായി പരിശോധിപ്പിച്ച് വേണ്ട പരിഹാരങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ്. സംഭാഷണങ്ങളിൽ കരുതലും മിതത്വവും ശീലിച്ച് എല്ലാവരോടും നല്ല ബന്ധം തുടരുവാനായിട്ട് ശ്രമിക്കണം. ദീർഘനാളായി മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ അവസരമുണ്ടാകും. പുതിയ ഗൃഹ വാഹനാദി സൗകര്യങ്ങൾ നേടാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതാണ്. പുതിയ വസ്തു വാങ്ങാനുള്ള സാഹചര്യം വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലുമുള്ള അനുകൂലമായ സാഹചര്യങ്ങളും ഉണ്ടാകുന്നതിനായി നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഭുവനേശ്വരി പൂജ നടത്തുന്നത് എന്തുകൊണ്ടും വളരെ നന്നായിരിക്കും. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനിലയും ദശാകാലസ്ഥിതിയുമെല്ലാം പരിശോധിപ്പിച്ച് ഏറ്റവും ഉത്തമമായ പരിഹാരം കണ്ടെത്തി ചെയ്യുന്നതും വളരെ ഗുണം ചെയ്യും. ഉത്തരം നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും സാധിക്കുന്നതാണ്. സാമ്പത്തിക പുരോഗതി കൈവരിക്കാനായിട്ട് അവസരമുണ്ടാകും. പല വിധത്തിലുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ജോലിയിൽ വളരെ പുരോഗതി ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. കർമ്മരംഗത്ത് വളരെ അനുകൂലമായ മാറ്റങ്ങൾ പലതും വന്നു ചേരുന്നതാണ്. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ അനുഭവപ്പെടും. സാമ്പത്തികമായിട്ട് വളരെ പുരോഗതി കൈവരിക്കാനായിട്ട് കഴിയും. കച്ചവടക്കാർക്ക് നല്ല സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. തികച്ചും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് നിങ്ങളിൽ പലർക്കും അവസരം ലഭിക്കുകയും അത് നല്ല വിജയത്തിലെത്തിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലി ലഭിക്കുന്നതാണ്.
വിദേശ രാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഒട്ടേറെ ഗുണങ്ങളുണ്ടാകും. തങ്ങളുടെ ജോലിയിൽ സ്ഥാനക്കയറ്റം, സാമ്പത്തിക പുരോഗതി, കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കുക, ഉത്തമമായ വാസസ്ഥാനം ലഭിക്കുക, ഇങ്ങനെ ഒട്ടേറെ ഗുണങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാവുന്ന സമയത്തിലൂടെയാണ് മുമ്പോട്ട് പോകുന്നത്. കുടുംബത്തിൽ സന്തോഷകരമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതാണ്. എല്ലാവരോടും നല്ല ബന്ധം തുടർന്നു പോകുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമായിട്ട് കാണുന്നുണ്ട്. സംഭാഷണങ്ങളിൽ കരുതലും മിതത്വവും ശീലിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നിർണായകമായ വഴിത്തിരിവുകളുടെ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ അനുകൂലമായി മാറുന്നതിനും ജീവിതത്തിൽ എല്ലാ വിധത്തിലുമുള്ളതായ പുരോഗതിയും വന്നു ചേരുന്നതും അതിനെല്ലാം വേണ്ടി ഒരു അഷ്ടലക്ഷ്മി കലശം ഗൃഹത്തിൽ ചെയ്ത് സ്ഥാപിക്കുന്നത് വളരെ ഗുണം ചെയ്യുന്നതാണ്. അതോടൊപ്പം ജാതകമനുസരിച്ച് ഉചിതമായ പരിഹാരം കണ്ടെത്തി ചെയ്യുകയും വേണം. അത്തം നാളുകാർക്ക് 10-ൽ വ്യാഴം, 12-ൽ കേതു, 6-ൽ രാഹു, 7-ൽ ശനി ഇങ്ങനെയുള്ള തൽക്കാല ഗോചര സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന സമയമാണ്. നിങ്ങൾക്ക് ജോലിയിൽ കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കത് സാധിക്കും. വിദേശ തൊഴിലിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതും നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും പല രീതിയിലുള്ള അനുഭവ ഗുണങ്ങൾ വന്നു ചേരാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ട്. നിങ്ങളുടെ കർമ്മരംഗത്ത് അതേസമയം അപ്രതീക്ഷിതമായ പല മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട്. എല്ലാ മാറ്റങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി കൊള്ളണമെന്നില്ല. അവിചാരിതമായ തടസ്സങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകാം. നിങ്ങളുടെ വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും കാര്യപരാജയങ്ങളും പ്രതിബന്ധങ്ങളുമൊക്കെ ഉണ്ടാകാം. ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ സൂക്ഷ്മത പാലിക്കണം. ഇല്ലാത്ത പക്ഷം പല രീതിയിലുള്ള പ്രയാസങ്ങളെ നേരിടേണ്ടതായിട്ട് വരാം. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ, കാര്യപരാജയങ്ങൾ ഇതൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുള്ള സമയത്തിലൂടെയാണ് മുമ്പോട്ട് പോകുന്നത്. ധനമിടപാടുകൾ കൂടുതൽ ശ്രദ്ധിച്ച് നടത്തണം. അതോടൊപ്പം കച്ചവടം കുറഞ്ഞു പോകാതെ ഇരിക്കാൻ പ്രത്യേകം ജാഗ്രത പാലിക്കുക. കസ്റ്റമർമാരുമായുള്ള ബന്ധം നല്ല രീതിയിൽ സൂക്ഷിച്ച് മുമ്പോട്ട് പോവുക. നിങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ശരിയായി പഠിച്ചു മനസ്സിലാക്കി തന്നെ മുമ്പോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ജാതകത്തിലെ ഇപ്പോഴുള്ള ദശാകാല സ്ഥിതിയും മറ്റ് സാഹചര്യങ്ങളും ശരിക്ക് പഠിച്ചു മനസ്സിലാക്കി പരിശോധിപ്പിച്ച് അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ്. ചിത്തിര നാളുകാർക്ക് ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന കാലസ്ഥിതിയാണ്. മീനശനി, മിഥുന വ്യാഴം, ചിങ്ങത്തിൽ കേതു, കുംഭത്തിൽ രാഹു ഇങ്ങനെയുള്ള ഗോചര സമയമാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് അനുകൂലമാകണമെന്നില്ല. അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകാം. നിങ്ങളുടെ കർമ്മരംഗത്ത് അത്ര ഗുണകരമല്ലാത്ത മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് അതിൽ തടസ്സങ്ങൾ വന്നു ചേരുന്നതാണ്. അന്യദേശങ്ങളിൽ വിവിധ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകാം. കരുതലോടുകൂടി ആ കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോയില്ലെങ്കിൽ നിങ്ങളുടെ ജോലിയെ അത് പ്രതികൂലമായി ബാധിക്കാനിടയുണ്ട്. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ അനുഭവപ്പെടാം. നിങ്ങളുടെ ബിസിനസ് കുറഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാകാം. കസ്റ്റമർമാരുമായുള്ള നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നതിന് പ്രത്യേകം പരിഗണന കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ല പഠന പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുറെ കൂടി ശ്രദ്ധയോടുകൂടി അങ്ങനെയുള്ള കാര്യങ്ങളിൽ പരിശ്രമങ്ങൾ തുടരുക. യാത്രാക്ലേശം, അലച്ചിൽ ഇതിനൊക്കെ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. അതേസമയം ദീർഘനാളായി
കരുതിയിരിക്കുന്ന പല കാര്യങ്ങൾക്കും ഒരു തീരുമാനമുണ്ടാകുന്നതാണ്. പുതിയ വീട് നിർമ്മാണം, പുതിയ വസ്തു വാങ്ങുക, വാഹനം വാങ്ങുക തുടങ്ങിയ പല ലക്ഷ്യങ്ങളും നേടിയെടുക്കാനുള്ള സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. ജാതകത്തിൽ ഗ്രഹനില പരിശോധിപ്പിച്ച് ഇപ്പോഴുള്ള ദശാകാലങ്ങളും അതിലെ അപഹാരങ്ങളുമൊക്കെ വിലയിരുത്തി ഏറ്റവും ഉത്തമമായ പരിഹാരം കണ്ടെത്തി ചെയ്യുക. ചോതി നാളുകാർക്ക് പൊതുവെ അനുകൂല സമയമാണ്. 9-ൽ വ്യാഴം, 11-ൽ കേതു, 5-ൽ രാഹു, 6-ൽ ശനി. മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ കുറെ കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും. കർമ്മരംഗത്ത് ഗുണകരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകൾ പലതുമുണ്ട്. ജീവിതത്തിൽ സുപ്രധാനമായ നേട്ടങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള സമയമാണ് വരുന്നത്. അശ്രദ്ധയും ആലോചനക്കുറവും ഒഴിവാക്കുകയാണെങ്കിൽ വലിയ പുരോഗതി തന്നെ കൈവരിക്കാൻ പറ്റും. വിവിധ മേഖലകളിൽ സ്വന്തമായിട്ട് ജോലി ചെയ്യുന്ന ചോദ്യനാളുകാർക്കും അപ്രതീക്ഷിതമായി പല നേട്ടങ്ങളും കൈവരിക്കാൻ കഴിയും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കുന്നതാണ്. അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം, സാമ്പത്തിക പുരോഗതി, കൂടുതൽ സൗകര്യങ്ങൾ, പുതിയ വാസസ്ഥലം, ഇങ്ങനെ ഒട്ടേറെ ഗുണങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള കാലഘട്ടമാണ്. പുതിയ ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കുന്നതാണ്. വസ്തുവാഹനാദികൾ വാങ്ങാനുമുള്ള അവസരമുണ്ടാകും. വിവാഹ ആലോചനകൾക്ക് വളരെ വേഗം ഫലപ്രാപ്തി വന്നു ചേരുന്നതാണ്. കുടുംബത്തിൽ സന്തോഷവും സ്വസ്ഥതയും നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സന്താനങ്ങളുടെ അഭിവൃദ്ധിയിൽ സന്തോഷം അനുഭവപ്പെടും. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സാമ്പത്തിക പുരോഗതി കൈവരിക്കാനും നിങ്ങളുടെ ബിസിനസ്സിനെ കൂടുതൽ വിപുലീകരിക്കാനുമുള്ള അവസരം വരും. വിദ്യാർത്ഥികൾക്ക് നല്ല പഠന നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. ഉപരിപഠന സാഹചര്യങ്ങളും അനുകൂലമായിരിക്കുന്നതാണ്. ജീവിതത്തിൽ സുപ്രധാനമായ വഴിത്തിരിവുകളുടെ കാലഘട്ടമാണ് വരുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബഭരദേവതാ ക്ഷേത്രങ്ങളോ കാവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടങ്ങളിലെല്ലാം തന്നെ ചൈതന്യവർദ്ധനവിനുള്ള മഹാനവശക്തി കലശം നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. നിങ്ങളുടെ ഗൃഹത്തിലാണെങ്കിൽ മഹാസുദർശന കലശം പൂജിച്ച് സ്ഥാപിക്കുന്നത് വളരെ ഗുണം ചെയ്യും. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില പരിശോധിപ്പിച്ച് ഇപ്പോഴുള്ള ദശാകാല സ്ഥിതിയൊക്കെ അനുസരിച്ച് ഏറ്റവും നല്ല പ്രതിവിധി കണ്ടെത്തി ചെയ്യുന്നതും വളരെ പുരോഗതിക്ക് കാരണമാകും. വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന കാലഘട്ടമാണ്. വ്യാഴവും ശനിയും പൊതുവെ അനുകൂലമാണ് തുലാക്കൂറിലെ വിശാഖംകാർക്ക്. രാഹുകേതുക്കൾ ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന നിലയിൽ നിൽക്കുന്നു. ജോലിയിൽ കുറച്ച് അനുകൂലമായ മാറ്റങ്ങളുണ്ടാകും. കർമ്മരംഗത്ത് ഗുണകരമായിട്ടുള്ള പശ്ചാത്തലം വന്നു ചേരും. നല്ല സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. പുതിയ സംരംഭങ്ങളിൽ പ്രവേശിക്കാനുള്ള അവസരം വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതുവരെ പ്രവേശിച്ചിട്ടില്ലാത്ത പുതിയ പ്രവർത്തന മേഖലയിൽ പ്രവേശിച്ച് അതിൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനുള്ള അവസരം വന്നു ചേരുകയും ചെയ്യും. കച്ചവടക്കാർക്ക് നല്ല സാമ്പത്തിക പുരോഗതി ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ വർദ്ധിപ്പിക്കുന്നതിനും വിപുലീകരിക്കുന്നതിനുമുള്ള അവസരം വന്നു ചേരും. കുട്ടികൾക്ക് നല്ല പഠന പുരോഗതി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കുടുംബത്തിൽ പൊതുവെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. വിവാഹാദി കാര്യങ്ങളിൽ അധികം വൈകാതെ തീരുമാനമാകുന്നതാണ്. പുതിയ ഗൃഹനിർമ്മാണത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ഉടനെ തന്നെ അതിന് തുടക്കമിടാനായിട്ട് കഴിയുന്നതാണ്. വസ്തുവാഹനാദികൾ വാങ്ങാനുള്ള അവസരവും ഉണ്ടാകും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കും. അന്യദേശങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള നല്ല സാധ്യതകൾ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. വിവിധ മേഖലകളിൽ സ്വന്തമായി പല തൊഴിലുകളും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ആ രംഗത്തെല്ലാം നല്ല പുരോഗതി ലഭിക്കും. അതുകൂടാതെ വ്യത്യസ്തമായ മേഖലകളിൽ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. വ്യാഴത്തിൻ്റെ പൂർണ്ണമായ പ്രയോജനം ലഭിക്കുന്നതിന് ഗൃഹത്തിൽ സത്യനാരായണ കലശം പൂജ ചെയ്ത് സ്ഥാപിക്കുന്നത്
നല്ലതാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി വിശദമായി പരിശോധിപ്പിച്ച് ദശാകാലങ്ങളൊക്കെ അറിഞ്ഞ് വേണ്ട പരിഹാരം ചെയ്യുക. അനിഴം നാളുകാർക്ക് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല ഇപ്പോഴുള്ളത്. വ്യാഴവും ശനിയും ഒന്നും അത്ര ഗുണകരമായിട്ടല്ല നിൽക്കുന്നത്. ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ഉടനെ നടക്കണമെന്നില്ല. അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ പലതും ഉണ്ടാകാം. പ്രവർത്തന രംഗത്ത് നമുക്ക് ഒട്ടും തൃപ്തികരമല്ലാത്ത സാഹചര്യങ്ങൾ വന്നു ചേരാനിടയുണ്ട്. ജോലിയിൽ പല ബുദ്ധിമുട്ടുകൾ വരും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം ഉണ്ടായേക്കാം. വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അതാത് സ്ഥലങ്ങളിൽ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടാൻ ഇടയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം പല ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ കർമ്മരംഗത്തുണ്ടാകാം. അതൊക്കെ നിങ്ങളുടെ ജോലിയെ തന്നെ ബാധിക്കാൻ ഇടവരാം. വളരെ ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. കുടുംബപരമായ സാഹചര്യങ്ങളിൽ അത്ര തൃപ്തികരമല്ലാത്ത ചില അന്തരീക്ഷമൊക്കെ വന്നു ചേരും. ക്ഷമയോടെയും സഹനശക്തിയോടെയും എല്ലാ പ്രയാസങ്ങളെയും കൈകാര്യം ചെയ്യേണ്ടതാണ്. സംഭാഷണങ്ങളിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കുക. നൂതനമായ സംരംഭങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നവർ പ്രത്യേകം പഠിച്ചു മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യണം. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുക. കസ്റ്റമർമാരുമായി നല്ല ബന്ധം പുലർത്തുക. ബിസിനസ് സാഹചര്യങ്ങളെല്ലാം ശ്രദ്ധയോടെ വിലയിരുത്തി വേണ്ടത് ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം കരുതൽ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. മനസ്സിൻ്റെ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യങ്ങളിലും ഇടപെടാതെ പ്രത്യേകം ശ്രദ്ധയോടുകൂടി ഒഴിഞ്ഞു മാറി നിൽക്കേണ്ടതാണ്. നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങളുടെ ഗ്രഹനില ജനന സമയത്തുള്ളത് ശരിയായി പരിശോധിപ്പിച്ച് ഇപ്പോഴുള്ള ദശാകാലങ്ങളൊക്കെ അറിഞ്ഞ് ഏറ്റവും നല്ല പരിഹാരം കണ്ടെത്തി ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി ദോഷത്തിന് പരിഹാരമായിട്ട് മഹാനവഗ്രഹ ശാന്തി എന്ന കർമ്മം ചെയ്യുന്നതും വളരെയധികം ഗുണം ചെയ്യും. തൃക്കേട്ട നാളുകാർക്ക് അഷ്ടമത്തിലെ വ്യാഴം ഒട്ടും തന്നെ നല്ലതല്ല. അതോടൊപ്പം 10-ൽ കേതുവുണ്ട്, 4-ാം ഭാവത്തിൽ രാഹുവുണ്ട്, 5-ൽ ശനിയുണ്ട്. ഇതൊന്നും തന്നെ കാര്യമായ ഗുണം ചെയ്യുന്നതല്ല. നിങ്ങളുടെ ജോലിയിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് പല പ്രയാസങ്ങൾക്ക് സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക നഷ്ടങ്ങൾ, കാര്യപരാജയങ്ങൾ ഇതെല്ലാം അനുഭവപ്പെടാവുന്ന സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പുതിയ ജോലിക്ക് ശ്രമിച്ചാൽ പെട്ടെന്ന് നടക്കണമെന്നില്ല. അന്യദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അതാത് മേഖലയിൽ പലതരത്തിലുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. വളരെ ശ്രദ്ധാപൂർവം സാഹചര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി വേണ്ടത് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് കാണുന്നുണ്ട്. കുട്ടികളെ സംബന്ധിച്ച് പഠനകാര്യങ്ങളിൽ അതീവ ശ്രദ്ധയോടുകൂടി തുടരേണ്ടത് വളരെ അത്യാവശ്യമാണ്. കച്ചവടക്കാർ സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധിച്ച് നടത്തണം. അല്ലാത്ത പക്ഷം പല ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളും അനുഭവപ്പെടാവുന്നതായിട്ട് കാണുന്നുണ്ട്. കുടുംബത്തിൽ ചില പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. വളരെ ക്ഷമയോടെയും ശാന്തതയോടെയും അത് കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സംഭാഷണത്തിൽ നല്ല കരുതലും മിതത്വവും ശീലിക്കുന്നത് വളരെ ഗുണം ചെയ്യും. നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബ പരദേവതയുടേതായ ക്ഷേത്രങ്ങളോ കാവുകളോ ഉണ്ടെങ്കിൽ അവയുടെ ഇപ്പോഴുള്ള സ്ഥിതിവിശേഷം ശരിയായി പരിശോധിപ്പിച്ച് വേണ്ട പ്രതിവിധികൾ ചെയ്യുന്നത് നല്ലതാണ്. ഗൃഹാരൂഢ സ്ഥിതിയും നന്നായിട്ട് പരിശോധിപ്പിക്കുന്നത് വളരെ ഗുണം ചെയ്യും. ഗൃഹസംബന്ധമായ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും നീങ്ങി ഐശ്വര്യ സമൃദ്ധി ഉണ്ടാകുന്നതിന് മഹാസുദർശന കലശം പൂജ ചെയ്ത് സ്ഥാപിക്കുന്നത് ഗുണം ചെയ്യും. നിങ്ങളുടെ ജനന സമയത്തുള്ള ജാതകസ്ഥിതി വളരെ സമഗ്രമായി പരിശോധിപ്പിച്ച് ദശാകാലങ്ങൾ അറിഞ്ഞ് വേണ്ട പരിഹാരം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. മൂലം നക്ഷത്രക്കാർക്ക് പൊതുവെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഇപ്പോഴുള്ളത്. 7-ൽ വ്യാഴമുണ്ട്. അത് വളരെ ഗുണം ചെയ്യും. നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ ഗുണമുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്.
നമുക്ക് പല പ്രയോജനങ്ങളും വന്നു ചേരുന്നതാണ്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് ഉടനെ സാധിക്കും. വിദേശ തൊഴിലിന് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിനും സാധ്യതയുണ്ട്. വിവിധ മേഖലകളിൽ അന്യരാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും പല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. സാമ്പത്തിക പുരോഗതി, സ്ഥാനക്കയറ്റം, കൂടുതലായി സൗകര്യങ്ങൾ ലഭിക്കുക, പുതിയ വാസസ്ഥാനം ലഭിക്കുക, ഇതിനെല്ലാമുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്ക് വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്കെല്ലാം തന്നെ വളരെ ഉയർച്ചയും പുരോഗതിയും വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. കുടുംബത്തിൽ വളരെ സന്തോഷവും ഗുണാനുഭവങ്ങളും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ട്. മക്കളുടെ പുരോഗതിയിൽ അഭിമാനവും സന്തോഷവും തോന്നുന്നതിന് സാധ്യതയുണ്ട്. കച്ചവടക്കാർക്ക് വളരെ സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ കൂടുതൽ വിപുലീകരിക്കുന്നതിനും വ്യാപിപ്പിക്കുന്നതിനുമുള്ള സന്ദർഭം ലഭിക്കുന്നതാണ്. തികച്ചും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും ആ രംഗത്ത് വിജയം നേടുന്നതിനും നിങ്ങളിൽ പലർക്കും അവസരം വന്നു ചേരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല പഠന പുരോഗതി ലഭിക്കുന്നതായിട്ട് കാണാം. നിങ്ങൾക്ക് ദീർഘകാലമായി മനസ്സിൽ നിലനിന്ന് പോന്നിരുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള അവസരം വന്നു ചേരുന്നതാണ്. ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് ഉടനെ അത് ആരംഭിക്കുവാൻ കഴിയും. പുതിയ വസ്തു വാഹനാദികൾ വാങ്ങാനുള്ള സന്ദർഭവും വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ വഴിത്തിരിവുകളുടെ മാറ്റങ്ങളുടെ കാലഘട്ടമാണ് വന്നു ചേരുന്നത്. എല്ലാ ദോഷങ്ങളും പൂർണ്ണമായിട്ട് മാറി ഗൃഹത്തിന് സർവൈശ്വര്യ സിദ്ധി ലഭിക്കുന്നതിന് മഹാശൂലിനി കലശം പൂജിച്ച് സ്ഥാപിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. നിങ്ങളുടെ ജാതകത്തിൽ ശരിയായ രീതിയിൽ ഗ്രഹസ്ഥിതി പരിശോധിച്ച് ദശാകാലങ്ങൾ അറിഞ്ഞ് ഏറ്റവും നല്ല പരിഹാരം ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും. പൂരാടം നക്ഷത്രക്കാർക്ക് 7-ൽ വ്യാഴം, 9-ൽ കേതു, 3-ൽ രാഹു, 4-ൽ ശനി, ഇങ്ങനെയൊക്കെയുള്ള ഗ്രഹനിലയാണ്. ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്ന കാര്യങ്ങളാണ്. വ്യാഴം കുറെ അധികം ഗുണങ്ങൾ ചെയ്യും. സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. പല രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിൽ ദീർഘകാലമായി മനസ്സിൽ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ അവസരമുണ്ടാകുന്നതാണ്. ഗൃഹവാഹനാദി നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ്. പുതിയ വീട് പണി ആരംഭിക്കുന്നതിന് അവസരമുണ്ടാകും. ഗൃഹനിർമ്മാണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കത് ഉടനെ പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാനായിട്ട് സാധിക്കും. പുതിയ വസ്തു, വാഹനം ഇതെല്ലാം വാങ്ങാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകുന്നതുമാണ്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഉടനെ അത് സാധിക്കുന്നതാണ്. ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലിയിൽ പ്രവേശിക്കാൻ അവസരം ഉണ്ടാകുകയും ചെയ്യും. സാമ്പത്തികമായിട്ട് അപ്രതീക്ഷിത നേട്ടം നിങ്ങൾക്ക് കൈവരുന്നതായിട്ട് കാണുന്നുണ്ട്. കച്ചവടക്കാർക്ക് വളരെയധികം പുരോഗതിയും അഭിവൃദ്ധിയും ധനനേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ വിപുലീകരിക്കുന്നതിനും കൂടുതൽ വികസിപ്പിക്കുന്നതിനുമുള്ള അവസരം ലഭിക്കും. കസ്റ്റമർമാരുമായി നല്ല ബന്ധം തുടരാനായിട്ട് പരമാവധി ശ്രമിക്കുക. കുടുംബത്തിൽ സന്തോഷവും സ്വസ്ഥതയും നിലനിൽക്കും. കുട്ടികൾക്ക് നല്ല പുരോഗതി കൈവരിക്കാനായിട്ട് കഴിയും. ജീവിതത്തിൽ അവിസ്മരണീയമായ നേട്ടങ്ങൾ കൈവരിക്കാൻ പര്യാപ്തമായ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളുടെ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ കുടുംബ പരദേവതാ സ്ഥാനം, അത് ക്ഷേത്രമായാലും കാവിലായാലും അവിടെ മഹാനവശക്തി കലശം ചെയ്ത് ചൈതന്യം പകർന്ന് അനുഗ്രഹങ്ങൾ നേടുക. അതോടൊപ്പം നിങ്ങളുടെ ജനന സമയത്തെ ഗ്രഹസ്ഥിതി സമഗ്രമായി പരിശോധിപ്പിച്ച് ദശാകാലങ്ങളൊക്കെ അറിഞ്ഞ് ഏറ്റവും നല്ല പ്രതിവിധി അനുഷ്ഠിക്കുക. ഉത്തരാടം നാളുകാർക്ക് ഇപ്പോഴത്തെ സമയം ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നതാണ്. മീനത്തിലാണ് ശനി, മിഥുനത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ കേതു, കുംഭത്തിൽ രാഹു, ഇങ്ങനെയുള്ള ഗ്രഹനിലയാണ് താൽക്കാലികമായിട്ടുള്ളത്. ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ശരിയാകണമെന്നൊന്നുമില്ല. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവപ്പെടാൻ ഇടയുണ്ട്. സാമ്പത്തിക നഷ്ടങ്ങൾ, കാര്യപരാജയങ്ങൾ ഇതൊക്കെ വരാം. ജോലിയിൽ പല തടസ്സങ്ങളും ഉണ്ടാകാം. നിങ്ങളുടെ കർമ്മ മേഖലയിൽ ഒട്ടും ഗുണമില്ലാത്ത മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. ദീർഘകാലമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന
ചില ലക്ഷ്യങ്ങൾ നേടാൻ അതേസമയം സാധിക്കും. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. വളരെ കരുതലോടെ പ്രവർത്തിക്കുക. പുതിയ പ്രവർത്തന മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവർ സാഹചര്യം നന്നായി പഠിച്ചു വേണ്ടത് ചെയ്യണം. ഇതിനു മുമ്പ് പ്രവർത്തിച്ചിട്ടില്ലാത്ത ബിസിനസ് മേഖലയിൽ നിങ്ങൾ പ്രവേശിക്കുകയാണെങ്കിൽ സാഹചര്യങ്ങൾ വിശദമായി വിലയിരുത്തി ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സുപ്രധാനമായ മാറ്റങ്ങളുടെ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. പുതിയ ജോലിക്ക് ശ്രമിച്ചാൽ അത് സാധിക്കും. അതേസമയം അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ വളരെ ശ്രദ്ധ വെച്ചു പുലർത്തണം. നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കൊണ്ട് പല ബുദ്ധിമുട്ടുകളും വരാം. നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജോലിയെ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കാൻ ഇടയുണ്ട്. കച്ചവടക്കാർ വളരെ ശ്രദ്ധിക്കുക. സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കാൻ കരുതലോടെ പരിശ്രമിക്കേണ്ടതാണ്. കുട്ടികൾ പഠനകാര്യങ്ങളിൽ സൂക്ഷ്മത പാലിക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ എല്ലാ ദോഷ ശാന്തിയും കൈവരുന്നതിനും അഭിവൃദ്ധി ഉണ്ടാകുന്നതിനുമായിട്ട് സമഗ്രമായ ഒരു മഹാസുദർശന കലശം പൂജ ചെയ്ത് സ്ഥാപിക്കുന്നത് ഗുണം ചെയ്യുന്നതാണ്. അതോടൊപ്പം നിങ്ങളുടെ ജാതകത്തിലെ ജനന സമയത്തുള്ള ഗ്രഹസ്ഥിതി കണ്ടെത്തി പരിശോധിപ്പിച്ച് ഇപ്പോഴുള്ള ദശാകാലങ്ങളൊക്കെ അറിഞ്ഞ് വിശദമായി ഏറ്റവും നല്ല പരിഹാരം ചെയ്യുന്നത് എന്തുകൊണ്ടും ഗുണം ചെയ്യും. തിരുവോണം നക്ഷത്രക്കാർക്ക് പൂർണ്ണമായിട്ടും അനുകൂല സമയമല്ല. ശനി മീനത്തിലാണ്, വ്യാഴം മിഥുനത്തിലാണ്, രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലുമാണ് ഇപ്പോഴുള്ള സഞ്ചാരം. ഗുണദോഷ സമ്മിശ്രമാണ് കാര്യങ്ങൾ. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മ മേഖലയെ സാമാന്യം ഭംഗിയായി നടത്തിക്കൊണ്ടു പോകുന്നതിന് നന്നായി യത്നിക്കേണ്ടതായിട്ട് വരും. അത് ചെയ്തു കൊള്ളുക. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുണ്ട്. വേണ്ടത്ര കരുതലോടുകൂടി പ്രവർത്തിച്ചില്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. യാത്രാക്ലേശം, അലച്ചിൽ, ആരോഗ്യപരമായ അസ്വസ്ഥതകൾ ഇതൊക്കെ നിങ്ങൾ നേരിടേണ്ടതായി വരാവുന്ന സാഹചര്യമാണ് ഇപ്പോൾ. നിങ്ങളുടെ കുടുംബത്തിൽ ചെറിയ ചില അസ്വസ്ഥതകൾക്കൊക്കെ ഇടയുണ്ട്. വളരെ ക്ഷമയോടെയും ശാന്തതയോടെയും അതെല്ലാം കൈകാര്യം ചെയ്യേണ്ടതാണ്. സംഭാഷണത്തിൽ നല്ല കരുതലും മിതത്വവും ശീലിക്കുക. വിവാഹാദി കാര്യങ്ങളിൽ ശ്രദ്ധാപൂർവം ഇറങ്ങിത്തിരിക്കുക. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം ഉണ്ടാകാം. അന്യദേശങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരും വളരെ ശ്രദ്ധാപൂർവം മുമ്പോട്ട് പോവുക. നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മരംഗത്ത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളുമൊക്കെ അനുഭവപ്പെടാൻ ഇടയുണ്ട്. ദീർഘകാലമായി മനസ്സിൽ കരുതുന്ന ചില കാര്യങ്ങളൊക്കെ നടക്കും. വീടിനു വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് ഉടനെ അത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. പുതിയ ഗൃഹവാഹനാദികൾ നേടാനുള്ള സാഹചര്യവും കാണുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ പരദേവതാ ക്ഷേത്രങ്ങളോ കാവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ശരിയായ രീതിയിൽ താമ്പൂല രാശി ചെയ്ത് ഇപ്പോഴുള്ള ഗുണദോഷാവസ്ഥകളൊക്കെ അറിഞ്ഞ് വേണ്ടത് ചെയ്യുക. ആരൂഢത്തിൻ്റെ ഗുണദോഷഭാവം ശരിയായി പരിശോധിപ്പിച്ച് മനസ്സിലാക്കി വേണ്ടത് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ജാതകത്തിൽ ജനന സമയത്ത് ഇപ്പോഴുള്ള ദശാകാല സ്ഥിതിയും മറ്റെല്ലാ കാര്യങ്ങളും നന്നായി അറിഞ്ഞ് ഉത്തമമായ പരിഹാരം ചെയ്യുന്നത് നല്ലതാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് ചില കാര്യങ്ങളിലൊക്കെ വളരെ അനുകൂലമായ സാഹചര്യം വന്നു ചേരും. ഇപ്പോൾ നിങ്ങൾക്ക് പുതിയ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും. നിങ്ങൾക്ക് വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, സ്വന്തമായി പ്രവർത്തിക്കുന്ന സ്വയം തൊഴിൽ പ്രവർത്തകരാണെങ്കിൽ വളരെ ഗുണകരമായ അന്തരീക്ഷമുണ്ടാകും. നല്ല പുരോഗതി കൈവരിക്കാൻ സാധിക്കും. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. എല്ലാ കാര്യങ്ങളിലും വിജയ സാധ്യതയും ഉണ്ട്. കച്ചവടക്കാർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. നിങ്ങളിൽ പലർക്കും പുതിയ സംരംഭങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കാനായിട്ട് അവസരം ലഭിക്കും. അതൊക്കെ വളരെ ഗുണകരമായിട്ട് തീരുന്നതാണ്. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കുറെ കൂടെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇല്ലാത്ത പക്ഷം പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ ക്ഷമയോടെയും ശാന്തതയോടെയും എല്ലാ സാഹചര്യങ്ങളും കൈകാര്യം
ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. സംഭാഷണത്തിലാവട്ടെ വളരെ കരുതലും മിതത്വവും ശീലിക്കുന്നത് അത്യന്തം ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ജീവിതത്തിൽ ദീർഘകാലമായി ചിന്തിക്കുന്ന ചില ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ഈ അടുത്ത കാലത്ത് നേടിയെടുക്കാൻ അവസരമുണ്ടാകും. പുതിയ വീട് വാങ്ങുന്നതിനോ പുതിയ വാഹനം വാങ്ങുന്നതിനോ ഒക്കെ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വിവിധ മേഖലകളിൽ ഔദ്യോഗികമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അത്ര തൃപ്തികരമല്ലാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. നിങ്ങളുടെ ജാതകത്തിൽ ഇപ്പോഴുള്ള ദശാകാല സ്ഥിതികളും മറ്റു പ്രത്യേകതകളുമെല്ലാം ശരിയായി പരിശോധിപ്പിച്ച് അറിഞ്ഞ് ഏറ്റവും നല്ല പരിഹാരം കണ്ടെത്തി ചെയ്യുക. ചതയം നാളുകാർക്ക് ജന്മക്കൂറിൽ രാഹു, 2-ൽ ശനി, 5-ൽ വ്യാഴം, 7-ൽ കേതു, ഇങ്ങനെയാണ് ഗ്രഹനില തൽക്കാലം. രാഹുകേതുക്കൾ അത്ര നല്ലതല്ല ഇപ്പോഴത്തെ സ്ഥിതിയിൽ. പല കാര്യങ്ങളിലും അതീവ മനക്ലേശങ്ങളും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. കാര്യപരാജയങ്ങള്, ധനപരമായ നഷ്ടങ്ങള്, അത്യന്തം മനസ്സിന് പ്രയാസമുണ്ടാകുന്ന അവസ്ഥകൾ, ആരോഗ്യപരമായ പ്രയാസങ്ങൾ, ഇതൊക്കെ വന്നു ചേരാം. അതേസമയം 5-ലെ വ്യാഴം കുറച്ച് ഗുണങ്ങളൊക്കെ ചെയ്യും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും. നിങ്ങളിൽ പലർക്കും ആഗ്രഹിക്കുന്ന നല്ല ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്നതാണ്. അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം, സാമ്പത്തിക പുരോഗതി, കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കുക, അതോടൊപ്പം നല്ല വാസസ്ഥാനം ലഭിക്കുക, ഇങ്ങനെ ഒട്ടേറെ ഗുണങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങളുടെ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. വിവാഹാദി കാര്യങ്ങളിൽ അധികം വൈകാതെ തീരുമാനം ഉണ്ടാകും. പുതിയ ഗൃഹനിർമ്മാണം നടത്തുന്നവർക്കത് ഉടനെ കംപ്ലീറ്റ് ചെയ്ത് താമസം തുടങ്ങാൻ അവസരം ഉണ്ടാകും. കച്ചവടക്കാർക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം നിങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കുന്നതിന് കൂടുതൽ നന്നായി ശ്രമിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ വളരെ ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകണം. നിങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ ചെയ്യുന്നതിൽ അശ്രദ്ധയോ ആലോചനക്കുറവോ ഉണ്ടാകുന്നത് ചില ബുദ്ധിമുട്ടുകൾക്ക് ഇടയാക്കും. സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കുന്നത് നല്ലതാണ്. ഗൃഹസംബന്ധമായ സർവദോഷങ്ങളും അകന്ന് എല്ലാവിധ ഈശ്വരാനുഗ്രഹവും കൈവരുന്നതിന് മഹാസുദർശന കലശം പൂജ ചെയ്ത് സ്ഥാപിക്കുന്നത് ഗുണം ചെയ്യും. നിങ്ങളുടെ ജനന സമയത്തെ ഗ്രഹനില കണ്ടെത്തി പരിശോധിപ്പിച്ച് ഏറ്റവും ഉചിതമായ പ്രതിവിധികൾ നടപ്പിലാക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. പൂരുരുട്ടാതി നാളുകാർക്ക് ഗുണദോഷ സമ്മിശ്ര കാലഘട്ടമാണ്. പുതിയ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഉടനെ അത് സാധിക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല ജോലി ലഭിക്കും. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതും നടക്കും. വിവിധ മേഖലകളിൽ അന്യദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ, സാമ്പത്തിക പുരോഗതി, സ്ഥാനക്കയറ്റം, പുതിയ വാസസ്ഥലം, ഇതൊക്കെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വിവിധ മേഖലകളിൽ സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഉയർച്ചയും പുരോഗതിയും ലഭിക്കും. കർമ്മരംഗത്ത് വളരെ അനുകൂല മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കുറേയധികം നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. കച്ചവടക്കാർക്ക് നല്ല സാമ്പത്തിക പുരോഗതി ലഭിക്കും. നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റി നന്നായി പഠിച്ചു മനസ്സിലാക്കി വേണ്ടതുപോലെ പരിശ്രമിക്കുക. കുട്ടികൾ വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ സൂക്ഷ്മത കാണിച്ചില്ലെങ്കിൽ ഉദ്ദേശിച്ച പുരോഗതി കിട്ടിയെന്ന് വരില്ല. നിങ്ങൾക്ക് കുടുംബത്തിൽ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാം. വളരെ ക്ഷമയോടെയും ശാന്തതയോടെയും എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് മുമ്പോട്ട് പോകണം. സംഭാഷണങ്ങളിൽ നല്ല കരുതലും മിതത്വവും ശീലിക്കുന്നത് നന്നായിരിക്കും. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജനന സമയത്തെ ഗ്രഹനില വിശദമായി പരിശോധിപ്പിച്ച് ദശാകാലങ്ങളൊക്കെ അറിഞ്ഞ് ഏറ്റവും നല്ല പരിഹാരം ചെയ്യുന്നത് നല്ലതാണ്. ഉത്രട്ടാതി നാളുകാർക്ക് തടസ്സങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകും. പുതിയ ജോലിക്ക് ലഭിക്കുന്നവർക്ക് കുറച്ച് കാലതാമസം ഉണ്ടായേക്കാം. വിദേശ തൊഴിലിന് പോകാൻ ശ്രമിച്ചാലും അതിൽ താമസങ്ങൾ അനുഭവപ്പെടാം. അന്യദേശങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകണം. നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് പല ബുദ്ധിമുട്ടുകളും വരാം. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുണ്ട്. വളരെ ശ്രദ്ധാപൂർവം മുമ്പോട്ട് പോവുക. നിങ്ങളുടെ ബിസിനസ് സാഹചര്യങ്ങളെ പറ്റി ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കി
വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തി പ്രവർത്തിക്കണം. കസ്റ്റമർമാരുമായി നല്ല ബന്ധം പുലർത്തുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദീർഘകാലമായി ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ നടക്കും. വീട് പണി പൂർത്തിയാക്കി താമസം തുടങ്ങാനുള്ള അവസരം ഉണ്ടാകും. അതോടൊപ്പം പുതിയ വാഹനം വാങ്ങുന്നതിനുള്ള സാഹചര്യവും കാണുന്നുണ്ട്. വിവാഹ ആലോചനകളിൽ അധികം വൈകാതെ തീരുമാനമായേക്കാം. നിങ്ങൾ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും വളരെ സൂക്ഷ്മമായി പഠിച്ചു മനസ്സിലാക്കി വേണം മുമ്പോട്ട് പോകേണ്ടത്. ജീവിതത്തിൽ സുപ്രധാന മാറ്റങ്ങളുടെ കാലഘട്ടമാണ് വരുന്നത്. സമഗ്രമായി ജാതക പരിശോധന നടത്തി ദശാകാലമൊക്കെ അറിഞ്ഞ് ഏറ്റവും നല്ല പരിഹാരക്രിയകൾ ചെയ്യുക. രേവതി നാളുകാർക്ക് ഇപ്പോൾ ഗുണദോഷ സമ്മിശ്ര കാലഘട്ടമാണ് ഉള്ളത്. നല്ല ജോലി ലഭിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക. ഒരല്പം കാത്തിരിക്കേണ്ടി വന്നേക്കാം, എങ്കിലും അത് നേടാനായിട്ട് കഴിയും. കച്ചവടക്കാർക്ക് കുറെ അധികം സാമ്പത്തിക നേട്ടങ്ങൾ ലഭിച്ചേക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ കൂടുതൽ വിപുലീകരിക്കാനും വ്യാപിപ്പിക്കാനും സാധിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ചില അംഗങ്ങളെ സംബന്ധിച്ച് യാത്രാക്ലേശം, അലച്ചിൽ ഇതൊക്കെ ഉണ്ടാകാം. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാര്യപരാജയങ്ങൾ ഒഴിവാക്കുന്നതിന് എന്തിലും കൂടുതൽ ജാഗ്രത പാലിക്കുക. നിങ്ങൾ വിദ്യാർത്ഥികളാണെങ്കിൽ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പുരോഗതി ലഭിച്ചെന്ന് വരില്ല. പഠനത്തിൽ കൂടുതൽ ജാഗ്രതയും സൂക്ഷ്മതയും വെച്ചു പുലർത്തുക. കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധ കൂടുതൽ നൽകുക. സംഭാഷണങ്ങളിൽ കരുതലും മിതത്വവും ശീലിക്കുക. നിങ്ങൾ നൂതനമായ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് അതിനെപ്പറ്റി വളരെ ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. നിങ്ങളുടെ ജാതകത്തിൽ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളുടെ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധാപൂർവം പഠിച്ചു മനസ്സിലാക്കി വേണ്ടതുപോലെ പ്രവർത്തിക്കുക. ജാതകത്തിലെ ഇപ്പോഴുള്ള ദശാകാലങ്ങളും ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി വിശേഷങ്ങളുമെല്ലാം ശരിയായി പരിശോധിപ്പിച്ച് അറിഞ്ഞ് ഏറ്റവും നല്ല പരിഹാരങ്ങൾ കണ്ടെത്തി ചെയ്ത് മുമ്പോട്ട് പോവുക. നന്ദി, നമസ്കാരം.